ഇറാനെ ആക്രമിച്ചിരിക്കുന്നു അമേരിക്ക. ഇറാനിലെ പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രധാനമായും ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ വിമാനങ്ങൾ ബോംബിട്ടത്. ഒന്ന് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രമാണ് നദാൻസ് ആണവ കേന്ദ്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേലും അവിടെ കാര്യമായ ആക്രമണം നടത്തിയിരുന്നു. മറ്റൊന്ന് ഇസ്ഫഹാൻ, അതും വളരെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രമാണ്. മറ്റൊന്ന് ഫോർദോ, അതും ഈ 3 ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നതാണ് അമേരിക്ക ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ലോകത്തെ അറിയിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ചരിത്ര നിമിഷം എന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റിൽ പറയുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലോകത്തിനും ഇതൊരു ചരിത്ര നിമിഷമാണ്. ഇറാന് ഇനി മറ്റു മാർഗങ്ങളില്ല, എത്രയും പെട്ടെന്ന് ആണവോർജ്ജ പദ്ധതികൾ അവസാനിപ്പിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് ട്വീറ്റിൽ കുറിച്ചിരിക്കുന്നു. ഈ അമേരിക്കയുടെ ആക്രമണത്തിൽ എത്ര വലിയ നാശം ഈ 3 കേന്ദ്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, അത് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോയിട്ടുണ്ടോ, ആണവ റേഡിയേഷൻ അടക്കമുള്ള വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോയിട്ടുണ്ടോ എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്ത് വരേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ അത്യാധുനിക B-2 വിമാനങ്ങൾ, അത് കഴിഞ്ഞ ദിവസമൊക്കെ ഏറെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിരുന്നു. അമേരിക്കയുടെ B-2 വിമാനം, അത് അതികഠിനമായ പ്രഹരശേഷിയുള്ള ബോംബിംഗ് നടത്താൻ കഴിയുന്ന വിമാനങ്ങളാണ്. ആ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 3 കേന്ദ്രങ്ങളും ആക്രമിച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം.